വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും സ്വർണ്ണക്കൊള്ള. ഭക്തർ സമർപ്പിച്ച 255.83 ഗ്രാം സ്വർണം കാണാനില്ല. കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇപ്പോൾ കണ്ടെത്തലുണ്ടായത്. രജിസ്റ്ററിലും മുദ്രപൊതിയിലുമുള്ള കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ശബരിമലയിൽ മാത്രമല്ല മറ്റ് പല ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണം കൂടിയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഇപ്പോൾ നടന്നിരിക്കുന്നത്. 255 ഗ്രാം സ്വർണം കാണാനില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ തിരുവിതാംകൂർ ദേവസ്വത്തിന് വേണ്ടിയുള്ള വിഭാഗമാണ് ഈ ഒരു പൊരുത്തക്കേട് കണ്ടെത്തിയത്. 2020-21 വർഷത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത് 2024 നവംബറിലാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വഴിപാടായി കിട്ടുന്ന സ്വർണവും വെള്ളിയും മുദ്രപ്പൊതി എന്ന രീതിയിലാണ് സൂക്ഷിക്കാറ് സ്ട്രോങ് റൂമിൽ. ഇതിൽ 2 മുദ്രപ്പൊതികളിൽ ഉണ്ടായിരുന്നു. ഒന്ന് സ്വർണവും ഒന്ന് വെള്ളിയും. ഈ മുദ്രപ്പൊതികളിൽ ഉണ്ടായിരുന്നതിൽ സ്വർണത്തിൻ്റെതിൽ ഏതാണ്ട് 199 ഉരുപ്പടികളിലായി 3247 ഗ്രാം സ്വർണമുണ്ടെന്നാണ് തിരുവാഭരണം രജിസ്റ്ററിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മുദ്രപ്പൊതികളിൽ രേഖപ്പെടുത്തിയതാകട്ടെ ഈ 199 ഉരുപ്പടികളിലായി 2992 ഗ്രാം മാത്രമെന്നാണ്. അതായത് ഈ പൊരുത്തക്കേടായിട്ട് വരുന്നത് 255 ഗ്രാം സ്വർണത്തിൻ്റെതാണ്. അപ്പൊ 255 ഗ്രാം സ്വർണം എവിടെ പോയി എന്നത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള വിവരവും ഇല്ല എന്നുള്ളതാണ്. 2020-21 ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2024 നവംബറിലാണ്. ഈ കാലമത്രയും ഓഡിറ്റ് വിഭാഗം ദേവസ്വം ബോർഡിനോട് ഇക്കാര്യം ആരാഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വേരിയേഷൻ വന്നത്, ഈ ഒരു പൊരുത്തക്കേട് വന്നത് എന്താണ്, 255 ഗ്രാം എവിടെ പോയി എന്ന് സംബന്ധിച്ച് ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരുന്നു. പക്ഷേ ഓഡിറ്റ് വിഭാഗത്തിന് ഇത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള മറുപടിയും ദേവസ്വം ബോർഡ് നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഹൈക്കോടതിക്ക് മുമ്പാകെ ഈ വിഷയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ 255 ഗ്രാം സ്വർണം എവിടെ പോയി എന്നത് സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള മറുപടിയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തൂക്കത്തിൽ വ്യത്യാസം വന്നു? കാരണം സ്വർണമാണ്. അതുമാത്രമല്ല, സ്ട്രോങ് റൂമിനകത്ത് സൂക്ഷിച്ച സ്വർണത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ സ്ട്രോങ് റൂം തുറക്കപ്പെട്ടിട്ടുണ്ട്, മുദ്രപ്പൊതികൾ അഴിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുദ്രപ്പൊതികളിൽ രേഖപ്പെടുത്തിയ അളവും കൃത്രിമമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും, നിരീക്ഷിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ വലിയൊരു കൊള്ള തന്നെയാണ്, ആസൂത്രിതമായിട്ടുള്ളൊരു കൊള്ള തന്നെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ സ്ട്രോങ് റൂം തുറക്കുക, അതിനകത്ത് മുദ്രപ്പൊതി അഴിക്കുക, മുദ്രപ്പൊതിക്ക് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തൂക്കത്തിൽ മാറ്റം വരുത്തുക, ഇത് ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട്, കൃത്യമായിട്ടുള്ള ഉന്നതതല ബന്ധം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ രീതിയിൽ നിരവധി കടമ്പകൾ കടന്ന് മാത്രമേ ഇത്തരത്തിൽ സ്ട്രോങ് റൂം തുറക്കുക, ഇത്തരത്തിലുള്ള അനുമതികൾ ഒരുപാട് വേണ്ടതാണ് ഒരു സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണമെങ്കിൽ. അത്തരത്തിലുള്ള നടപടികളെല്ലാം കടന്നാണ് ഇത്തരത്തിൽ സ്വർണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഉന്നത പങ്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. 255 ഗ്രാമിന്റെ കുറവാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശരി മിഥുൻ.